ഹലോ സ്റ്റുഡൻസ്, നമ്മളുടെ നെക്സ്റ്റ് ചാപ്റ്ററാണ്. നമ്മൾ മേജറായിട്ട് രണ്ട് ചാപ്റ്റേഴ്സ് ഇപ്പോൾ ഫിനിഷാക്കി. മൈക്രോസ്പോറോജനസിസ് ആൻഡ് മെഗാസ്പോറോജനസിസ് പ്ലസ് മെയിൽ ഗാമെറ്റോഫൈറ്റ് ആൻഡ് ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് അല്ലേ, മെഗാ ഗാമെറ്റോഫൈറ്റ് ആൻഡ് മൈക്രോ ഗാമെറ്റോഫൈറ്റ്. ദെൻ നമ്മൾക്കറിയാം രണ്ട് ഗാമെറ്റ്സും റെഡി ഫോർ ഫെർട്ടിലൈസേഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി നോ അബൌട്ട് ദ ഡെഫിനിഷൻ ഓഫ് ഫെർട്ടിലൈസേഷൻ. So the fertilization is the fusion of a male gamete with a female gamete. During this, the pollen tube extends through the style, reaches the ovary, enters into the ovule and finally gets into the embryo sac. That is the definition of fertilization. Okay. അതായത് ഫെർട്ടിലൈസേഷനിൽ മെയിൽ ഗാമെറ്റും ഫീമെയിൽ ഗാമെറ്റിൻ്റെ ഫ്യൂഷനാണ്. പക്ഷേ ഈ പ്രോസസ്സ് എങ്ങനെ നടക്കുന്നത്? പോളൻ ട്യൂബ് സ്റ്റൈലിൽ നിന്ന് ഓവരി എത്തുന്നു, ഓവരിയിൽ നിന്ന് ഓവ്യൂളിലേക്ക്, ഓവ്യൂളിൽ നിന്ന് എവിടെ എംബ്രിയോ സൈക്കിൾ എത്തുന്നു. സോ under this fertilization there are major 4 events are present. First one, the germination of pollen. Next, growth of pollen tube. Then entry of pollen tube into the ovule. Then ovule to embryo sac. Okay. ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇവിടെ ഒരു കംപ്ലീറ്റ് ഒരു ഓവറിയാണ്. ഓവറിയിൽ സ്റ്റിഗ്മയുടെ മുകളിൽ എന്താ പറഞ്ഞാൽ നമ്മളുടെ പോളൻ ഗ്രെയിൻസ് ഉണ്ട്. പോളൻ ഗ്രെയിൻസിൽ നിന്ന് പോളൻ ട്യൂബ് വരുന്നു. അത് ഓവറിയുടെ അകത്ത് നിൽക്കുന്ന എംബ്രിയോ സാക് വരെ പോകുന്നുണ്ട്. നെക്സ്റ്റാണ് പോളൻ്റെ ജെർമിനേഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ സംഭവിക്കുന്നത് എന്താ പറയുക, നമ്മൾ മൈക്രോസ്പോറോജനസിസ് പഠിക്കുമ്പോൾ മൈക്രോ ഗാമെറ്റോജനസിസ് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു 2 സെൽ സ്റ്റേജ് ആയിരിക്കുമ്പോൾ തന്നെ പോളൻ എന്താവും, ഷെഡാവും അല്ല. അവിടുന്ന് മെയിൽ പാർട്ടിൽ നിന്ന്, അതായത് ആന്തസിൽ നിന്ന് അതെങ്ങോട്ട് വരണം, സ്റ്റിഗ്മയിലേക്ക് വരണം, പോളിനേഷൻ നടക്കണം. അപ്പോൾ അവിടെ വന്ന ശേഷമാണ് ഇത് നടക്കുന്നത്, അവിടെ പോളൻ്റെ ജെർമിനേഷൻ നടക്കുന്നത്, പോളൻ ട്യൂബിൻ്റെ ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ പിക്ചർ കണ്ടാൽ നമുക്കറിയാം, ആ സമയത്ത് ഇവിടെ വരുമ്പോഴേക്കും അതിലൊരു ട്യൂബ് സെല്ലും വെജിറ്റേറ്റീവ് സെൽസും ദെൻ ജനറേറ്റീവ് സെല്ലും ഉണ്ടാവും. ആൻഡ് ഈ സ്റ്റേജ് പോളൻ അവിടെ എത്തുമ്പോൾ, സ്റ്റിഗ്മയിൽ എത്തുമ്പോൾ അവിടെ എന്ത് ചെയ്യും, അവിടെ ഓട്ടോമാറ്റിക്കലി കുറേ കെമിക്കൽസ്, അവിടെ ഹോർമോണൽ ഫങ്ഷൻ കൊണ്ട് കുറേ കെമിക്കൽസും കുറേ മോയ്സ്ചർ അവിടെ ഉണ്ടാവും സ്റ്റിഗ്മയുടെ മുകളിൽ. അപ്പോൾ ഇതൊക്കെ അബ്സോർബ് ചെയ്തിട്ട് പോളൻ ഗ്രെയിൻസ് എന്താവാണ്, സ്വെല്ലാവാണ് അല്ലേ, വീർക്കുകയാണ് ചെയ്യുന്നത്. അവിടെ വീർക്കത് കഴിഞ്ഞ ശേഷം അവിടെ എന്ത് സംഭവിക്കും നമുക്കറിയാം, എക്സൈനും ഇൻറ്റൈൻ്റെ ബിറ്റ്വീനിൽ എന്ത് കാണാം, ക്ലിയർ ആയിട്ട് ജം ട്യൂബ്സ് കാണാം. അപ്പോൾ ഈ ജം ട്യൂബ്സ് അല്ല, ജം പോഴ്സ് കാണാം. ഈ ജം പോഴ്സിൽ നിന്നാണ് പിന്നെ എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്, ജം ട്യൂബ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജം ട്യൂബ്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുന്നത്, പോളൻ ഗ്രെയിൻസിലുള്ള മെയിൽ ഗാമെറ്റും ട്യൂബ് ന്യൂക്ലിയസും അങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യും. ഓക്കെ, ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് പതുക്കെ അതെന്ത് ചെയ്യും, ആ സ്റ്റൈൽ എത്ര ഇലോങ്ങേറ്റാണ് അത്രയും ഇലോങ്ങേറ്റ് ആയിട്ടായിരിക്കും പോളൻ ട്യൂബും അതിനകത്ത് നിന്ന് വരുന്നത്. ആൻഡ് സ്റ്റൈലിൽ നിന്ന് പിന്നെ അതെവിടെ എത്തണം, ഓവറിയിലേക്ക് കയറണം. ഓവറിയിൽ നിന്നായിരിക്കും പിന്നെ ഓവറിയുടെ ഉള്ളിൽ കാണുന്ന എംബ്രിയോ സാക്കിൽ ഇത് എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഒരു പോളൻ ട്യൂബിൻ്റെ സ്ട്രക്ചർ ഇത്. ഈ പോളൻ ട്യൂബിൽ മേജറായിട്ടും നമുക്ക് ഈ സ്ട്രക്ചറിൽ ക്ലിയർ ആണ്. എന്താ ക്ലിയർ, ഇവിടെ കാലസ് ഫോർമേഷൻ നടക്കുന്നുണ്ട് അല്ലേ. പോളൻ്റെ വോൾ, കാലോസ് പ്ലഗ് പറഞ്ഞ ഒരു ഡിപ്പോസിഷൻസ് ആണ്. അതിൽ കാണാൻ നമ്മൾ പറഞ്ഞത് കാലസ് എൻസൈമിൻ്റെ ഫങ്ഷൻസ് ഉണ്ടാവും, ഡിപ്പോസിഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ബ്ലോക്ക് എത്ര ഇലോങ്ങേറ്റ് ആയിട്ട് പോളൻ ട്യൂബ് പോകുന്നു, ഈ കാലോസിൻ്റെ പ്ലഗും അതിൻ്റെ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് സ്പേംസിനെ ട്യൂബ് സെൽ ന്യൂക്ലിയസിനെ എന്ത് ചെയ്യും, പോളൻ ട്യൂബിലേക്ക് പുഷ് ചെയ്യാൻ ഹെൽപ്ഫുള്ളായിരിക്കും. നെക്സ്റ്റ് ഇവിടെ അപ്പോഴേക്കും നമ്മൾ എന്താണ് എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചർ അവിടെ കാണുന്നത്. ഈ എംബ്രിയോ സാക്കിൻ്റെ മൈക്രോപാൽ എൻഡിലേക്ക് പോളൻ ട്യൂബ് എൻ്റർ ചെയ്യുന്നു. ആ സമയത്ത് മൈക്രോപാൽ ഒത്തിരി അടുത്തായിരുന്നു നേരത്തെ നോർമൽ സ്റ്റേറ്റിൽ. പക്ഷേ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് മൈക്രോപാലിന് അതിൻ്റെ ഇൻട്യൂമെൻറ്റ്സ് അല്ലേ, രണ്ടും അടുത്ത് നിൽക്കുന്ന ഇൻട്യൂമെൻറ്റ്സ് സെപ്പറേറ്റാണ്. ആൻഡ് അവിടെ ഒരു വഴി ഉണ്ടാകുന്ന ഒരു പാത്ത് ഉണ്ടാക്കുകയാണ്. ഇതിനു വേണ്ടി പോളൻ ട്യൂബിനെ എൻ്റർ ചെയ്യാൻ വേണ്ടി. അപ്പം ഈ മേജറായിട്ടും എൻട്രി ഓഫ് പോളൻ ട്യൂബ്
ഇൻ ടു ദ ഓവ്യൂൾ അല്ലേ. എങ്ങനെയൊക്കെ ഒരു പോളൻ ട്യൂബിന് ഓവ്യൂളിനുള്ളിൽ കയറാം, അതിൻ്റെ 3 ടൈപ്സ് പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? പ്രോഗേമി, ചെലാസോഗേമി, മീസോഗേമി. അങ്ങനെ 3 തരത്തിൽ ഇതിന് പോളൻ ട്യൂബിനെ എൻ്റർ ചെയ്യാം ഒരു എംബ്രിയോസൈക്കിൾ. പ്രോഗേമി എന്ന് പറയുമ്പോൾ അത് മൈക്രോപൈൽ എൻഡിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, അത് നോക്കിക്കോളൂ. അതായത് ഓവറിയുടെ പുറത്തുനിന്ന് പോളൻ ട്യൂബ് വരുന്നു, മൈക്രോപൈൽ എൻഡിൽ നിന്ന് കയറുന്നു. ബട്ട് ചെലാസോഗേമി നോക്കൂ എങ്ങനെയാണ്. ചെലാസോഗേമിയിൽ ചെലാസൽ എൻഡിൻ്റെ ത്രൂ ആണ് പോളൻ ട്യൂബ് എന്ത് ചെയ്യുന്നത്, ഈ മൈക്രോപൈൽ എൻഡിലേക്ക് വരുന്നത്, എന്നിട്ട് ഫെർട്ടിലൈസേഷൻ നടത്തുന്നത്. തേർഡ് വൺ നോക്കിയാൽ മീസോഗേമി. മീസോഗേമിൽ എന്താ സംഭവിക്കുന്നത്, 2 ഇൻറ്റുഗ്യുമെൻറ്റ്സ് ഉണ്ട്, ഔട്ടറും ഇന്നറും. അപ്പോൾ ഇത് ഔട്ടർ ആൻഡ് ഇന്നർ ഇൻറ്റുഗ്യുമെൻറ്റ്സിന് ത്രൂ ആണ് എൻ്റർ ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്, ഫെർട്ടിലൈസേഷൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 3 വേസിലാണ് അവിടെ നിന്ന് നടക്കുന്നത് പോളൻ ട്യൂബിൻ്റെ എൻട്രി ഓവ്യൂൾസിൽ പോസിബിൾ ആവുന്നത്. നെക്സ്റ്റാണ് എൻട്രി ഓഫ് പോളൻ ട്യൂബ് ഇൻ ടു എംബ്രിയോ. അത് എങ്ങനെയൊക്കെ എംബ്രിയോയിൽ ഇതിപ്പോൾ ഓവറി വരെ കയറി കഴിഞ്ഞു അല്ല, ഓവ്യൂൾ വരെ കയറി കഴിഞ്ഞു. ബട്ട് ഹൗ ടു ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദ എംബ്രിയോസൈക്ക്, മേജറായിട്ട് 4 പോസിബിലിറ്റീസ് ഉണ്ട്. ഫസ്റ്റ് പറയുന്നുണ്ട്, എന്താ പറയുന്നത്, ബിറ്റ്വീൻ ദ വാൾ ഓഫ് ദ എംബ്രിയോസൈക്ക് ആൻഡ് വൺ ഓഫ് ദ സിനർജിഡ്സ്. അതായത് എംബ്രിയോസൈക്കിൻ്റെ വാളും തൊട്ടപ്പുറത്താരാണ്, സിനർജിഡ്സാണ്, അതിൻ്റെ ബിറ്റ്വീനിന്ന് പോവാം ഒരു സിനർജിഡ്സിൻ്റെ. അല്ലെങ്കിൽ ബിറ്റ്വീൻ ദ എഗ് ആൻഡ് 1 സിനർജിഡ്, 2 സിനർജിഡ്സിൻ്റെ ഇടയ്ക്ക് എന്താ കാണുന്നത്, എഗ്ഗാണ്. അപ്പോൾ ആ സിനർജിഡ്സും ആ എഗ്ഗിൻ്റെ ഇടയ്ക്ക് നിന്ന് പോവാം. അതർവൈസ് ബിറ്റ്വീൻ ദ 2 സിനർജിഡ്സ്, 2 സിനർജിഡ്സിൻ്റെ ഇടയ്ക്ക് നിന്ന് കയറാം. ഓർ ഡയറക്ട്ലി ഇൻ ടു എനി വൺ ഓഫ് ദ സിനർജിഡ്സ്, ഏതെങ്കിലും ഒരു സിനർജിഡ്സ് ത്രൂ ഇതിന് എൻ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, ശരി. ഇനി നെക്സ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഞാനിത് ഗമറ്റോജെനസിസ് പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ, നവാസിൻ എന്ന സയൻറ്റിസ്റ്റാണ് ഇതിന് ഫസ്റ്റ് ഒബ്സർവ് ചെയ്തിരിക്കുന്നത്. പ്ലാന്റ് ആണ് ലില്ലിയം ആൻഡ് ഫ്രിറ്റിലേരിയ. ആൻഡ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്തുകൊണ്ടാണ് പറയുന്നത്, ഫസ്റ്റ് മെയിൽ ഗാമീറ്റ് ഫ്യൂസ്ഡ് വിത്ത് ദ എഗ് ആൻഡ് ഫോം ദ ജൈഗോട്ട്. ബട്ട് the second male gamete is fused with the polar nuclei. പോളാർ ന്യൂക്ലിയർ പറയുമ്പോൾ സെൻട്രൽ മണ്ണിൽ കാണുന്ന പോളാർ ഗാമിറ്റ് അല്ലെങ്കിൽ പോളാർ ന്യൂക്ലിയസ്, ഇതിൻ്റെ കൂടെയാണ് സെക്കൻഡറി ന്യൂക്ലിയർ എന്ന് പറയും. അതിന് കൂടെ എന്ത് ചെയ്യുന്നു, അത് ഫ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് 2 പ്രാവശ്യം ചെയ്യുന്നത് കൊണ്ട് 2 ടൈംസ് ഉണ്ടാവുന്നത് കൊണ്ട് അതിനെന്ത് പറയുന്നു, നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, ഇനി പറയുന്നുണ്ട് ഇവിടെ, ഇതിപ്പോൾ ജസ്റ്റ് നവാഷ്യൻ സയൻറ്റിസ്റ്റിൻ്റെ ഫോട്ടോ ആണ്, പിന്നെ ചെയ്തിരിക്കുന്ന പ്ലാന്റിൻ്റെ ഫിഗറാണ്. ഇനി ഒരു പറയുന്നത് എക്സ് ബോഡീസ്. വാട്ട് ഇസ് എക്സ് ബോഡീസ്? എക്സ് ബോഡീസ് പ്രസൻറ്റ് ഇൻ ദ സിനർജിഡ്സ് are the remains of the cytoplasm. The data stress the importance of the degenerating synergids, pollen tube discharge and the entrance of the sperm nuclei into the egg. അതായത് ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട്, സെക്കൻഡറി ന്യൂക്ലിയർ കാണുന്നുണ്ട്, 2 സിനർജിഡ്സ് കാണുന്നുണ്ട്, എഗ്ഗ്, ബാക്കി എല്ലാ ഭാഗം കാണുന്നുണ്ട്. ഓക്കെ, പോളൻ ട്യൂബും വിത്ത് മെയിൽ ഗാമീറ്റ് കാണുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും, പോളൻ ട്യൂബ് ഈ സിനർജിഡ്സിൻ്റെ സെല്ലിലേക്ക് വരുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, പോളൻ ട്യൂബിൻ്റെ ടിപ്പ് ഡീജനറേറ്റ് ആവണം അല്ലേ. ഈ ഡീജനറേറ്റ് ചെയ്താലല്ലേ എന്ത് സംഭവിക്കുള്ളൂ, ഈ മെയിൽ ഗാമീറ്റ് അവിടെ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ സിനർജിഡ്സിനെ ഡീജനറേഷനാണ് മെയിൻ ഫംഗ്ഷൻ. എന്താണ്, ഡീജനറേഷൻ മെയിനായിട്ട് ആദ്യം ചെയ്യുന്ന സിനർജിഡ്സിന്. അപ്പോഴല്ലേ അവിടുന്ന് ഗാമീറ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഗ്ഗിൻ്റെ അടുത്ത് പോകാൻ പറ്റുള്ളൂ, അതുപോലെ തന്നെ സെക്കൻഡറി ന്യൂക്ലിയസിൻ്റെ അടുത്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്സ് ബോഡി. സെക്ഷുവൽ ഇൻകമ്പാറ്റിബിലിറ്റി പറയുമ്പോൾ ഈ ഫെർട്ടിലൈസേഷൻ എന്ന പ്രോസസ്സ് ഉണ്ടാവണമെങ്കിൽ സെയിം ടൈമിൽ തന്നെ ആയിരിക്കണം എന്തൊക്കെ, മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും പ്രിപ്പയർ ഫോർ ഫെർട്ടിലൈസേഷൻ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സംടൈം എന്ത് സംഭവിക്കുന്നു, മെയിൽ ഗാമീറ്റ് റെഡി ആയി കഴിഞ്ഞാൽ ഫീമെയിൽ ആയിട്ടുണ്ടാവില്ല, അതർവൈസ് ഫീമെയിൽ ആദ്യം മെച്ചൂർ ആയിട്ടുണ്ടാവും, മെയിൽ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു കണ്ടീഷനാണ് എന്ത് പറയുന്നത്, സെക്ഷുവൽ ഇൻകമ്പാറ്റിബിലിറ്റി. ഓക്കെ, അപ്പോൾ ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഇത് 2 പോളിനേഷനെ പറ്റിയാണ് പറഞ്ഞത്, പ്രോട്ടോഗാമി ആൻഡ് പ്രോട്ടോഎൻട്രി എന്ന് പറഞ്ഞിട്ട്. ഈ ഫസ്റ്റ് വൺ നോക്കിക്കോളൂ, ഇതിൽ സ്റ്റെമൻസിൻ്റെ ഫീച്ചേഴ്സ് താഴെയും ആൻഡ് ഗണേഷ്യത്തിൻ്റെ അല്ലേ പൊസിഷൻ്റെ മുകളിലാണ്. അപ്പോൾ അതിന് അങ്ങോട്ട് പോകണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. ആക്ച്വലി എപ്പോഴും എന്താ സംഭവിക്കേണ്ടത്, സ്റ്റെമൻസ് മുകളിലായിരിക്കണം, കാർപ്പിൾ താഴെ ആയിരിക്കണം, അപ്പോഴായിരിക്കും ഷെഡ് ആവാനും ചെയ്യാനും ഒക്കെ അതിന് പോസിബിലിറ്റി. അപ്പോൾ അങ്ങനെ കുറേ ബാരിയേഴ്സ് ഉണ്ട്, കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഈ ഫെർട്ടിലൈസേഷൻ ഫെയിലിയർ ആവാനുള്ളത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനാണ് ഞാൻ പറഞ്ഞത് സെക്ഷൽ ഇൻകമ്പാറ്റിബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇതോടെ നിങ്ങളുടെ ഫെർട്ടിലൈസേഷൻ എന്നുള്ള ചാപ്റ്റർ ഫിനിഷ് ആവുന്നു.
ഫെർട്ടിലൈസേഷൻ എന്താണ്, എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിൽ കാണുന്ന ഇവൻറ്റ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് പോളൻ ട്യൂബ് ഓവ്യൂൾസ് എൻ്റർ ചെയ്യുന്നത്, അതിനെ പറ്റിയൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ശരി, ഓക്കെ, ബൈ.